തറാവീഹിൻ്റെ അവസാനം വിത്തർ 3-ാം റക്അത്തിലെ ഇരുത്തം തവറുക്കിൻ്റെ ഇരുത്തമാണോ അതോ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണോ എന്നാണ് ഈ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. നമസ്കാരത്തിലെ അതിന്റെ അവസാനത്തിൽ ഇരിക്കുന്ന ഇരുത്തം 2 രൂപത്തിലുള്ള ഇരുത്തുണ്ട്. ഒന്ന് തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയും, രണ്ടാമത്തത് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയും. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടത്തെ കാല് വിരിച്ച് വെച്ചിട്ട് അതിലിരിക്കുകയും വലത്തെ കാല് ഇങ്ങനെ നാട്ടി വെക്കുകയും ചെയ്യുന്ന ഇരുത്താണ്. തവറുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഇരുന്നിട്ട് കാല് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചന്തി നിലത്താകുന്ന രൂപത്തിൽ ഇരിക്കുന്ന ഇരുത്താണ്. ഇത് രണ്ടിനും 2 സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഫർദ് നമസ്കാരങ്ങളാകട്ടെ സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ 2 തശഹുദ് വരുന്ന നമസ്കാരങ്ങളാണെങ്കിൽ അതിൽ 1-ാമത്തെ തശഹുദില് നമ്മൾ ഇഫ്തിറാഷിന്റെ ഇരുത്തവും 2-ാമത്തെ തശഹുദിൽ തവറുക്കിന്റെ ഇരുത്തവുമാണ് ഇരിക്കേണ്ടത്. ഇനിയിപ്പോ 2 റക്അത്തിൽ അവസാനിക്കുന്ന സൂറത്തുകൾ നമസ്കാരങ്ങളാകട്ടെ സുബഹി നമസ്കാരം പോലെ, അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുന്നത് പോലെ തഹിയ്യത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നമസ്കരിക്കുമ്പോൾ 2 റക്അത്തിൽ അവസാനിക്കുന്ന നമസ്കാരങ്ങൾ, അത്തരം നമസ്കാരങ്ങൾ നമസ്കരിക്കുമ്പോൾ അതിലൊരു തശഹുദേ ഉള്ളൂ. ആ തശഹുദ് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് നമ്മളിവിടെ ഇരിക്കേണ്ടത്. ഇവിടെ സഹോദരൻ ചോദിച്ചിരിക്കുന്നത് വിത്തറുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിത്തർ നമുക്ക് 1 റക്അത്ത് നമസ്കരിക്കാം, അതുപോലെ തന്നെ 3 റക്അത്ത് നമസ്കരിക്കാം. ഈ 3 റക്അത്ത് 2 രൂപത്തിൽ നമുക്ക് നമസ്കരിക്കാം. ഒന്ന് 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം 1 റക്അത്ത് ഒറ്റയായിട്ട് നമസ്കരിക്കുക, അതല്ലെങ്കിൽ 3 റക്അത്ത് ഒന്നിച്ച് നമസ്കരിക്കുക, ഒരൊറ്റ തശഹുദിൽ നമസ്കരിക്കാം. മഗ്രിബ് നമസ്കാരത്തോട് സാദൃശ്യപ്പെടുന്ന രൂപത്തിൽ 2-ാമത്തെ റക്അത്തിൽ തശഹുദിൽ ഇരുന്നു കൊണ്ട് എഴുന്നേറ്റിട്ടുള്ള ഒരു രീതി ആ നമസ്കാരത്തിന് വേണ്ടി പഠിപ്പിക്കപ്പെട്ടില്ല. അങ്ങനെ നമസ്കരിക്കാൻ പാടില്ല വിത്തർ. ഒന്നെങ്കിൽ 2-ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യാം, സലാം വിട്ടുക, അതല്ലെങ്കിൽ 3 റക്അത്ത് ഒറ്റ തശഹുദിൽ 2-ാമത്തെ റക്അത്തിൽ ഇരിക്കാതെ എഴുന്നേറ്റിട്ട് 3-ാമത്തത് പൂർത്തിയാക്കിയിട്ട് അവസാനത്തിൽ തശഹുദ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2-ാമത്തെ റക്അത്തിൽ അയാൾ സലാം വീട്ടിയിട്ട് 1 റക്അത്ത് നമസ്കരിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കുകയാണെങ്കിലും ഈ 2 നമസ്കാരത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. കാരണം ആ 2 റക്അത്ത് നമസ്കാരം എന്ന് പറയുമ്പോൾ 2-ാമത്തെ റക്അത്താണ്. അപ്പൊ അവിടെ നമ്മൾ ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കണം. ഇനി 1 റക്അത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിൽ അതിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് അയാൾ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 3 റക്അത്ത് ഒന്നിച്ച് അയാൾ നമസ്കരിച്ചിട്ട് അതിന്റെ 3-ാമത്തെ റക്അത്തിൽ ഒരു തശഹുദോട് കൂടി അവസാനിക്കുന്ന രൂപത്തിലാണ് നമസ്കരിക്കുകയാണെങ്കിൽ അവിടെയും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത് 2 തശഹുദുകൾ വരുന്ന നമസ്കാരത്തിൽ മാത്രമാണ്. അത് മഗ്രിബോ അല്ലെങ്കിൽ ദുഹർ, അസർ, അതുപോലെ തന്നെ ഇശ പോലെയുള്ള 4 റക്അത്തോ അല്ലെങ്കിൽ 3 റക്അത്തോ ഉള്ള 2 തശഹുദ് വരുന്ന നമസ്കാരങ്ങളിൽ മാത്രമാണ് അവസാനത്തെ റക്അത്തിൽ തവറുക്കിന്റെ ഇരുത്തം നിയമമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അതല്ലാത്ത മറ്റ് നമസ്കാരങ്ങൾ 2 റക്അത്തുള്ളതായാലും 2-ൽ അവസാനിക്കുന്നതാണെങ്കിലും ഒറ്റ തശഹുദുള്ള ഏത് നമസ്കാരമാണെങ്കിലും, അത് വിത്തറാണെങ്കിലും മറ്റേത് നമസ്കാരങ്ങളാണെങ്കിലും ആ നമസ്കാരത്തിൽ ഒരു ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, തവറുക്കിന്റെ ഇരുത്തമല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുള്ളത്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വല്ലാഹു തആല ആലം.